ഹലോ ഗായ്സ്, എല്ലാവർക്കും ആലിയ മാൻറ്റോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത്തവണ കുഞ്ഞാറ്റ മാത്രമല്ല, കുഞ്ഞാറ്റയുടെ ഒരു കുഞ്ഞനിയത്തി പൂമ്പാറ്റയും കൂടെയുണ്ട്. ഇതാ നോക്കൂ, കുഞ്ഞാറ്റയും പൂമ്പാറ്റയും റെഡി ആയിട്ട് നിൽക്കുക. എന്തിനാണെന്നല്ലേ? പ്ലേ സ്കൂളിൻ്റെ വക ഒരു വൺ ഡേ ടൂർ. അങ്ങനെ ടൂറിന് പോകാൻ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനമ്മമാരും ഒക്കെയും വന്നിട്ടുണ്ട്. ഇതാ ആ നിൽക്കുന്നതാണ് പൂമ്പാറ്റയുടെ ഒരു ടീച്ചർ. അടുത്ത ടീച്ചറോ ഇതായിരിക്കുന്നു ബസ് വരാൻ കാത്ത് വെയിറ്റിങ്ങിൽ. ഒരുപാട് നേരം വൈകിപ്പിച്ചൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ബസ്സെത്തി. സൂപ്പർ സ്റ്റാർ ബസ്, ഒരു ചെറിയ മിനി ബസ്സാണ് കേട്ടോ. ഇതാണ് കുഞ്ഞു കുട്ടികളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ഗ്യാങ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ദാ നമ്മുടെ പൂമ്പാറ്റയും കൂട്ടുകൂടി. സമയം കളയാനില്ല, എല്ലാവരും ബസ്സിലേക്ക് വേഗം തന്നെ കയറി. കാരണം എന്താണെന്ന് വെച്ചാൽ നേരം ഓൾറെഡി വൈകിയിരുന്നു. ഇനിയിപ്പോൾ കണ്ണൂർ വരെ എത്തണ്ടേ. കണ്ണൂർ വയലപ്പുറ എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ബസ്സിൽ കയറേണ്ട താമസം. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വലിയ കുട്ടികളുടെ ഗ്യാങ് ഭയങ്കര ഡാൻസായിരുന്നു. അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കുഞ്ഞു കുട്ടികളും ഒട്ടും പുറകോട്ട് നിന്നിട്ടില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഡാൻസ് കളിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ഓടുന്ന ബസ്സല്ലേ, എന്നാൽ പോലും അവർ അമ്മമാരുടെ കയ്യിലും കാലിലും ഒക്കെ കയറി പിടിച്ച് ഒട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ മാട്ടൂൽ എന്നുള്ളൊരു സ്ഥലത്തെത്തി. ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെറ്റ് സ്റ്റേഷനുണ്ട്. കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാനുള്ള തിരക്കിലാണ്. പക്ഷെ കോമഡി എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളൊന്നും പിടിച്ചെടുത്ത് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വലിയും തള്ളലും ഉന്തലും ഒക്കെയായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള കാലാവസ്ഥ അറിയാലോ, നല്ല വെയിലും. ഇതെല്ലാം കഴിഞ്ഞ് കയറി ചെന്നപ്പോഴോ ആദ്യം തന്നെ കണ്ടതൊരു ഹോഴ്സിനെ. പൂമ്പാറ്റ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ശില്പം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുട്ടി ആനയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രാഞ്ചിക്കുട്ടനും അവൻ്റെ കുഞ്ഞേച്ചി മരിയക്കുട്ടിയും ഒക്കെ അതിൻ്റെ മണ്ടയിൽ. പൂമ്പാറ്റ വിട്ടുകൊടുക്കുമോ? പൂമ്പാറ്റയ്ക്കും സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. അവളുടെ ഒരു സന്തോഷം കണ്ടോ? സന്തോഷം കണ്ട് അവൾ എന്തോ ചിന്തിച്ചിരുന്നു പോയി. പൂമ്പാറ്റ എന്നൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ അവളൊന്നും നോക്കുന്നത് പോലുമില്ല. അതിനുശേഷം ഒരുപാട് പക്ഷികളെയും കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെയും ഒക്കെ കണ്ടു കേട്ടോ. പക്ഷേ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പൂമ്പാറ്റയുടെ പുറകെ ഓടണ്ടായിരുന്നോ? അവരാണ് കയറി തുടങ്ങിയപ്പോൾ ഓരോരോരോ പക്ഷികളെയൊക്കെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കൈ അങ്ങ് വിട്ടു പോവുകയാണ്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴേക്കും തന്നെ എല്ലാവരും വളരെ മടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കിടന്ന് നല്ല ഓട്ടമല്ലായിരുന്നു. പക്ഷെ പൂമ്പാറ്റയ്ക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. അവൾക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയത് വയലപ്പുറ പാർക്കിലേക്കാണ്. വയലപ്പുറ പാർക്ക് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിന് മാത്രം ഐറ്റംസ് ഉണ്ട് അവിടെ. പക്ഷേ നമ്മൾ ഉള്ളിൽ കയറി നമ്മൾ ഓരോരോ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ അറിയുന്നില്ല അപ്പുറത്തും ഇതിനേക്കാളും വലിയ സംഭവങ്ങളുണ്ടെന്ന്. കാരണം നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ടിനുള്ളിൽ തന്നെ പല പല റൈഡ്സ് പല പല സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പുറത്ത് വേറെയും വലിയ പാർക്കുകൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് തീർന്നാലല്ലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കുട്ടികളെ വിടണ്ടേ? അവർക്ക് ഈ ഒരു സംഭവമാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പൂമ്പാറ്റ ആദ്യമായിട്ട് കയറുവാണ് കേട്ടോ ഈ ഒരു റൈഡിൽ. കാരണം പൂമ്പാറ്റയ്ക്ക് ഒന്നിനോടൊരു പേടിയില്ലാത്ത കുട്ടിയാണ് കേട്ടോ. അപ്പം എനിക്കറിയായിരുന്നു അവൾ ഇതൊക്കെ കയറിപ്പോകും. പക്ഷേ നമ്മുടെ പുറകെ വരുന്ന നോഹുക്കുട്ടൻ്റെ കാര്യം എന്താവുമെന്ന് യാതൊരു പിടിയില്ല. കാരണം അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളിലേക്ക് കയറുന്നത് തന്നെ. നോക്കാം, നോഹു പോവുമോ? ഇതാ പൂമ്പാറ്റ കയറിപ്പോയി.
നോഹ വിട്ടുകൊടുക്കുന്നില്ല, പുറകെ ഉണ്ട്. പക്ഷേ നോഹ അവിടെ നിന്നുപോയി. കാരണം അവനൊരു ചെറിയ പേടി, അപ്പുറത്തെങ്ങാനും എത്തുമോ എന്നൊക്കെ. പക്ഷേ പൂമ്പാറ്റ പോയി കേട്ടോ. പൂമ്പാറ്റ നോഹുവിനെ ഒന്ന് നോക്കുന്നു പോലുമില്ല, തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല. അങ്ങനെ കയറി അവൾ എത്തേണ്ടടുത്തെത്തി. അപ്പോൾ റൈഡ്സിലെത്തി. അവൾ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവൾ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. പിന്നീടോ രണ്ടാമതും അവൾ കയറി എത്തിയപ്പോഴേക്കും ആണ് നോഹുവിൻ്റെ ആദ്യത്തെ റൈഡ് പൂർത്തിയായത്. എന്തൊക്കെയാണേലും പിള്ളേരുടെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. വളരെ സന്തോഷപൂർവ്വം അവർ കളിക്കുന്നത് കാണുമ്പം നമുക്കൊരു സന്തോഷം. ആ സമയത്ത് നമ്മൾ വന്ന ചൂടിനെയൊക്കെ മറന്നു. വലിയ കുട്ടികളും മോശമല്ല കേട്ടോ, എല്ലാ റൈഡ്സിലും കയറാൻ അവർ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. എത്ര കളിച്ചാലും മതി വരാത്ത ചില പിള്ളേരുണ്ടോ, ആ ഒരു കൂട്ടത്തിലാണ് ഇവളും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു മിനിറ്റ് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ കുടുംബത്തിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം അടങ്ങിയിരിക്കില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കളിച്ചുകൊണ്ടിരുന്നോളും, എത്ര നേരം വേണമെങ്കിലും കളിച്ചോളും, യാതൊരു കുഴപ്പമില്ല. ചോറും വേണ്ട, കറിയും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ നോഹൂട്ടൻ അങ്ങനെ ഇരിപ്പുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. സമയം 4 മണിയായിരുന്നു കേട്ടോ. തിരിച്ചു പോകേണ്ട സമയമായി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. എന്തൊക്കെ പറയാനാ, എന്തൊക്കെ പരിപാടികളുമായിട്ട് വന്നവരാ. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ, വെറും പൂച്ചക്കുട്ടികളെ പോലെ ഇരിക്കുന്നത്. മടുത്തു പോയിരുന്നു കേട്ടോ. കാലാവസ്ഥയായിരുന്നു നമുക്ക് ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കി തന്നത്. ഈ ഒരു ചെറിയ വൺ ഡേ പ്രോഗ്രാം റെഡിയാക്കി തന്ന ഈ കിഡ്സ് കാസ്റ്റർ സ്കൂളിൻ്റെ ഓണറായ ജോമോൻ സാറിനും ടീച്ചർമാരായ ജ്യോതി ടീച്ചർക്കും റോസമ്മ ടീച്ചർക്കും 1000 താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.